അഭിനന്ദനങ്ങൾ ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ. ഇങ്ങനെ ഒരു വലിയ പദവിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു ചുമതലയിലേക്കാണ് രാഷ്ട്രപതി തന്നെ നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. എന്താണ് ആദ്യ പ്രതികരണം? സന്തോഷം. ന്യൂസ് 18 ചാനലിന് എല്ലാ തരത്തിലും നന്ദി അറിയിക്കുന്നു. ഈ കാര്യത്തിൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യവും കരുതലും, കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോട് ദേശീയ നേതൃത്വം അനുവർത്തിക്കുന്ന ജാഗ്രതയും അവരോടുള്ള വാത്സല്യവും പ്രകടമാക്കുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാരിൻ്റെതായി വന്നത് എന്നതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. പൊതുവെ കേരളത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനും കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുമുള്ള അവസരമായിട്ടാണ് ഇത് കാണുന്നത്. പാർട്ടി ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വികസിത കേരളം എന്നുള്ളതാണ്. ആ സങ്കല്പത്തിലേക്ക് കേരളത്തെ ഉയർത്താൻ സാധിക്കുന്ന കർമ്മ പരിപാടികൾ പാർട്ടിക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള അവസരം കൂടിയായിട്ട് ഈ ഒരു നിർദ്ദേശത്തെ ഞാൻ സ്വീകരിക്കുകയാണ് സന്തോഷപൂർവ്വം. കഴിഞ്ഞ ദിവസമാണ് BJP വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അങ്ങേ തീരുമാനിക്കുന്നത്. ഇതാ തൊട്ടു പിന്നാലെ ഇങ്ങനൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടി ഏൽപ്പിക്കുകയാണ്. പാർട്ടി താങ്കളെ എത്രത്തോളം കരുതലോടെ കാണുന്നു എന്നത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്നുണ്ട്. അത് നൽകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു സാധാരണ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടി അങ്ങേക്ക് നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ചില പരിമിതികൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് എങ്കിലും ആ പരിമിതികളൊന്നും പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ജനസേവനത്തിനോ തടസ്സമാകാത്ത തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യം ഒരുക്കുന്നതിൽ പാർട്ടി എന്നും ശ്രദ്ധാലുവാണ്. പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതൃത്വവും ഒക്കെ ആ നിലയ്ക്ക് തികഞ്ഞ കരുതലോടെയാണ് എന്നോടുള്ള സമീപനം. ആ നിലയ്ക്ക് ഈ ഒരു നാമനിർദ്ദേശത്തെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ അതൊരു സത്യം വ്യക്തിപരമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഈ സ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ഈ ജനപ്രാതിനിധ്യ സഭയിലേക്കുള്ള നാമനിർദ്ദേശത്തിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് കൂടുതൽ കരുത്തോടെ ജനസേവന പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. രാഷ്ട്രീയമായി നിരീക്ഷിക്കുമ്പോൾ വലിയ കൗതുകം തോന്നുന്നുണ്ട്. ഇന്നലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തെക്കുറിച്ചുള്ള, വികസിത കേരളത്തെക്കുറിച്ചും അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ചുമുള്ള പദ്ധതികളൊക്കെ ഇന്നലെയാണ് കേരളത്തിൽ വന്ന് പറഞ്ഞത്. അതിനു പിന്നാലെയാണ് കേരളത്തിൽ നിന്ന് ഒരു രാജ്യസഭാംഗത്തെ, അങ്ങേപോലെ ഒരു ആളെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യുന്നത്. അതൊരു വലിയ രാഷ്ട്രീയ പദ്ധതിയുടെ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടിയായി ആരെങ്കിലും കണ്ടാൽ അങ്ങ് എങ്ങനെ പ്രതികരിക്കും? സ്വാഭാവികമാണ്, അങ്ങനെ ആളുകൾ കാണുന്നതിൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പാർട്ടിയെ സംബന്ധിച്ച് കേവലം തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ എന്നതിനപ്പുറത്ത് ആത്മാർത്ഥമായ ഒരു സമീപനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം. അത് ഈ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസിത കേരളം, അത് ഞങ്ങളെ സംബന്ധിച്ചൊരു ജീവിത മന്ത്രമായി സ്വീകരിച്ചിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ മുഴുവൻ. കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ നടക്കേണ്ട വികസനം അത് ചില വാഗ്ധോരണികളിലും ചില വാചക കസർത്തുകളിലും മാത്രമായി ഒതുങ്ങുന്ന സാഹചര്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് വികസനം എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും നല്ല ശ്രദ്ധ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഏത് വികസന കാര്യങ്ങളിലും. അത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യങ്ങളിലായാലും, യുവാക്കളെ സംബന്ധിച്ചായാലും, സ്ത്രീകളെ സംബന്ധിച്ചായാലും, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചായാലും എല്ലാ തരത്തിലുമുള്ള ശ്രദ്ധ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ട് കേരളത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ കാഴ്ചപ്പാട്, പാർട്ടി കാര്യകർത്താവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ദാസന്മാരാണ്, ജനസേവനത്തിന് നിയോഗിക്കപ്പെടുന്നവരാണ്. അപ്പൊ ആ ജനസേവനത്തിന് നിയോഗിക്കപ്പെടുമ്പോൾ ഈ തരത്തിൽ ജനപ്രാതിനിധ്യ സഭയിലേക്കുള്ള പ്രവേശനത്തിലൂടെ അതിന് കുറച്ചുകൂടി ശക്തി പകരുന്ന ഒരു നയം എന്ന നിലയ്ക്കാണ് പാർട്ടി കാണുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ നിശ്ചയിക്കുന്നത്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് അമിത്ഷാജിയുടെ വരവ്, പാർട്ടിയിലെ കേരളത്തിലെ സംസ്ഥാന ഭാരവാഹികളുടെ നിശ്ചയം, ഇതെല്ലാം യാദൃശ്ചികമായി ഒരുമിച്ച് സംഭവിച്ചു എന്നതാണ് അതിനെ സംബന്ധിച്ച് കാണാൻ കഴിയും. ശരി, വളരെ നന്ദി ശ്രീ സി സദാനന്ദൻ മാസ്റ്റർ. ഞങ്ങളോട് പ്രതികരിച്ചതിന് എല്ലാ അഭിനന്ദനങ്ങളും ഒപ്പം ആശംസകളും. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്, അത് ഏറ്റവും നന്നായി തന്നെ നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.